ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ നഗരമായ വാരാണസിയെക്കുറിച്ചുള്ള വ്ളോഗാണിത്. കാശി എന്നും ബനാറസ് എന്നും അറിയപ്പെടുന്ന ഈ നഗരം ഇന്ത്യയുടെ ആത്മീയ ഹൃദയമായി കണക്കാക്കപ്പെടുന്നു. ഇത്രയധികം സിറ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഈ സ്ഥലത്തേക്ക് എന്താ ആളുകൾ ഇത്രയ്ക്കധികം വരുന്നതെന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുള്ളൂ. ഈ വ്ളോഗിലൂടെ ഇവിടേക്ക് വരാനും ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഏകദേശം ഒരു ഐഡിയ എനിക്ക് തരാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു വലിയൊരു പ്ലാനിങ്ങുമായിട്ടൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം നടക്കണമെന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ സിറ്റിയിൽ ഒരാളായി മാറി ഇതെല്ലാം കണ്ടിട്ടേ പോവുള്ളൂ. പവിത്രമായ ഗംഗാ നദിയുടെ തീരത്താണ് വാരാണസി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ളത് ഗംഗയുടെ കുറേ ഘാട്ടുകളാണ്. ഘാട്ട് എന്ന് പറഞ്ഞാൽ കടവുകൾ. ഈ കടവുകളിൽ രാവിലെയും വൈകുന്നേരവും ഗംഗാരതി നടക്കും. പിന്നെ ഇതിൻ്റെ തീരത്ത് തന്നെയാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ ഉള്ളത്. ഇതൊക്കെയാണ് ഇവിടെ ആളുകൾ മെയിനായിട്ട് വന്നാൽ കാണുന്ന കാര്യങ്ങൾ. ഉത്തർപ്രദേശിലാണ് വാരാണസി ഉള്ളത്. ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് വാരാണസി എയർപോർട്ടിലേക്ക് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം. ഇനി ട്രെയിൻ വഴിയാണ് വരുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു ട്രെയിനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അത് 2 ദിവസത്തെ ജേർണി ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടുത്തെ എയർപോർട്ട്. അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾക്ക് ഒരാൾക്ക് 15,000 രൂപയാണ് ആയത്. ഹോട്ടൽ ഷിവായ് ഗ്രാൻഡിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഇവിടെ ഒരു റൂമിന് 4,000 താഴെ ഞങ്ങൾക്ക് ആയുള്ളൂ. റൂമൊക്കെ നീറ്റായിരുന്നു. ബാത്റൂം അത്രയ്ക്ക് ക്ലീനായി എനിക്ക് തോന്നിയില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും നല്ലതായിരുന്നു. ഈ ഹോട്ടലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നോക്കി ബുക്ക് ചെയ്യുന്നത് നല്ലത്. കാരണം Booking.com പോലുള്ള സൈറ്റുകളിൽ ഇതിനേക്കാളും കൂടുതൽ റേറ്റ് ആയിരുന്നു കാണിച്ചത്. നിങ്ങൾ റൂമും മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്നാൽ തിരക്കുള്ള സീസണൊക്കെ ആണെങ്കിൽ നല്ല റൂം കിട്ടാൻ പാടായിരിക്കും. ഞങ്ങൾ ടെമ്പിളിൻ്റെ 2 കിലോമീറ്റർ വിട്ടിട്ടുള്ള റൂമാണ് എടുത്തത്. ഇവിടെ എല്ലാ ബഡ്ജറ്റിലും ഹോട്ടൽസ് കിട്ടും. ഞാൻ കുറച്ച് നല്ല ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ഈ സിറ്റിയിൽ എവിടെ പോകണമെങ്കിലും ഇതുപോലത്തെ ബാറ്ററി വണ്ടി കയറാം. ഇതിന് ടോട്ടോ എന്നാണ് പറയുക. ഇത് ഒരാൾക്ക് 20 രൂപയാവുള്ളൂ. ഞങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് അസി ഘട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് അവിടെ ഗംഗാരതി കാണണമെങ്കിൽ 5:30 മുമ്പ് എത്തണം. 5:30 ഗംഗാരതി. സീസൺ അനുസരിച്ച് ടൈം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞങ്ങൾക്ക് രാവിലത്തെ ഗംഗാരതി കാണാൻ പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇവിടുന്ന് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ വന്നത്. ഇത്ര നേരത്തെ വന്നു കഴിഞ്ഞാലുള്ളും നിങ്ങൾക്ക് ഇവിടെ കുറേ പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ബലിയിടണമെങ്കിലും നിങ്ങളിവിടെ നേരത്തെ വരണം. അപ്പോൾ ഞങ്ങൾ ആദ്യം ബോട്ടിങ് ചെയ്തിട്ട് ഇവിടെ ഗാർഡ്സിലൊക്കെ എവിടെയാണ് ബലിയിടുന്നതെന്നൊക്കെ നോക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ബോട്ട് എടുത്തു. ഒരു പ്രൈവറ്റ് ബോട്ട് എടുക്കണമെങ്കിൽ 2,500-3,000 രൂപയൊക്കെ പറയും. ഞങ്ങൾക്ക് 2,300 കിട്ടി. ഷെയറിംഗ് ബോട്ടാണെങ്കിൽ ഒരാൾക്ക് 200 രൂപയ്ക്കൊക്കെ കിട്ടും. 88ഓളം ഗാർഡ്സ് ഉണ്ട് ഈ വാരാണസിയിൽ. ആദ്യത്തെ ഘാട്ട് ആസി ഘാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തുടങ്ങാൻ വിചാരിച്ചത്. നിങ്ങളിവിടെ ഏത് ഘാട്ടിൽ വന്നാലും ബോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ അവരെല്ലാ ഘാട്ടിലും കറക്കിയിട്ട് തിരിച്ചിറക്കും. രാവിലത്തെ ഗംഗാരതി നല്ലത് ആസിഘട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് രാവിലത്തെ ഗംഗാരതി കാണണമെങ്കിൽ നിങ്ങൾ ആസിഘട്ടിലേക്ക് തന്നെ വരിക. കുറച്ച് നേരത്തെ എത്തിയാലേ ഉള്ളൂ അടുത്തുനിന്ന് കാണാൻ പറ്റുള്ളൂ. ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് ഇവിടുത്തെ എല്ലാ ഗാർഡ്സിനെയും കുറിച്ചൊരു ഐഡിയ കിട്ടും. നമുക്ക് കാശി വിശ്വനാഥ് ടെമ്പിളൊക്കെ കാണാൻ പറ്റും. കുറേ പേരൊക്കെ ഈ രാവിലത്തെ ബോട്ടിങ് ചെയ്യുന്നത് ഈ പക്ഷികളെയൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഏർലി മോർണിംഗ് വന്നാലേ ഒരുപാട് പക്ഷികളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നേരത്തെ വരാൻ നോക്കുക. പിന്നെ ബലിതർപ്പണം നടത്തണമെങ്കിൽ ഇവിടെ ചില ഘാട്ട്സിലൊക്കെ ബലിതർപ്പണം നടക്കുന്നുള്ളൂ. മെയിനായിട്ടുള്ള ഘാട്ട് മണികർണിക ഘാട്ടാണ്. അവിടെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണുകയും ചെയ്യാം. അവിടെ ഡ്രസ് ചേഞ്ചിങ് റൂമുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേറെയും ചെറിയ ചെറിയ ഘാട്ടുകളിലൊക്കെ ഉണ്ടാവും ബലിതർപ്പണം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് മണികർണിക ഘാട്ട്. ഇതൊരു സാധാരണ ഘാട്ടല്ല. ഹിന്ദു മതത്തിലെ ഏറ്റവും വിശുദ്ധമായ ശ്മശാന ഘാട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന സ്ഥലമാണ് ഇത്. വിശ്വാസപ്രകാരം ഇവിടെ ദഹനം ചെയ്യപ്പെടുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ 24 മണിക്കൂറും തീ അണയാതെ കത്തിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സ്റ്റെപ്സ് കാശി വിശ്വനാഥ് ടെമ്പിളിലേക്കുള്ള സ്റ്റെപ്സാണ്. ഒരു 1.5 മണിക്കൂറോളം ഉണ്ടാവും ബോട്ട് റൈഡ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഘാട്ടിൽ അവർ വേണേൽ ഇറക്കിത്തരും. അല്ലെങ്കിൽ നമ്മൾ കയറിയെടുത്ത് തന്നെ ഇറക്കിത്തരും. മഹാനിർവാണി ഘാട്ടെന്നാണ് ഞങ്ങൾ ബലിതർപ്പണം നടത്തിയത്. ഇവിടെ കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നോക്കി വന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തതാണ്. മണികർണിക ഘാട്ടിലായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്. പിന്നെ ശിവാല ഘാട്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഈ ബലിതർപ്പണം. ഞങ്ങൾക്ക് ഒരാൾക്ക് 900 രൂപയാണ് ബലിതർപ്പണത്തിന് വേണ്ടി വാങ്ങിച്ചത്. 1,500 രൂപ വരെ ചാർജ് ചെയ്യുന്ന പൂജാരിമാരുണ്ട്. നിങ്ങൾ കുറച്ച് പേരെയൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾ റൂമിൽ നിന്ന് കുളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ ഈ ഗംഗയിൽ കുളിക്കേണ്ട ആവശ്യമില്ല ദർപ്പണം നടത്താൻ. അല്ലെങ്കിൽ ഒന്ന് മുങ്ങിയിട്ട് വരേണ്ടി വരും. പുലർച്ചെ തൊട്ടിട്ട് ഏകദേശം ഉച്ച വരെ ഈ ബലിതർപ്പണം നടക്കും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരിക. നിങ്ങൾ ഏത് ഘാട്ടിലാണെങ്കിലും അവിടെ നിന്നുള്ള സ്റ്റെപ്സ് മേലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇടവഴികളൊക്കെ കാണാം. ഗലീസ് എന്ന് പറയും. ആ ഗലീസ് കൂടെ ഒക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടോ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തും അത് കയറി പിന്നെ നിങ്ങൾക്ക് റൂമിലേക്ക് പോകാം. ഇവിടെ ഒരുവിധം എല്ലാ ഘാട്ടിലേക്കും എത്തണമെങ്കിലും നമ്മൾ ടോട്ടോ ഇറങ്ങി കുറച്ച് നടക്കേണ്ടി വരും. ആകെ ഞാൻ അസിഘട്ടിൽ മാത്രമേ ഉള്ളൂ ഘാട്ടിൻ്റെ അടുത്ത് വരെ ടോട്ടോ പോകുന്നത് കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ സർനാഥിലേക്കാണ് പോയത്.
വാരണാസിയിൽ നിന്ന് സാരനാഥിലേക്ക് ഒരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. ഞങ്ങൾ യൂബർ വിളിച്ചാണ് പോയത്. ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട്. ആദ്യം തന്നെ ബുദ്ധ ടെമ്പിളിലേക്കാണ് പോയത്. ബോധ്ഗയയിൽ നിന്നും ബോധോദയം നേടിയ ശേഷം ബുദ്ധൻ തൻ്റെ ആദ്യത്തെ ഉപദേശം നൽകിയ സ്ഥലം ഇതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ആർക്കിയോളജിക്കൽ മ്യൂസിയവും ഉണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫീ 5 രൂപയേ ഉള്ളൂ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് ഈ മ്യൂസിയത്തിലാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് 20 രൂപയാണ്. ഇതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. പണ്ടത്തെ കുറേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ അശോക ചക്രവർത്തി സ്ഥാപിച്ച ദമേക് സ്തൂപയും ഇവിടെയാണ് ഉള്ളത്. നിങ്ങൾ വാരണാസി വരുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ സാരനാഥും കൂടെ വിസിറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് കാൽഭൈരവ ടെമ്പിളിൽ പോകാനായിരുന്നു പ്ലാന്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം നമുക്ക് ഗംഗാരതി കാണാൻ വേണ്ടി എത്തണം. ഗംഗാരതി 6:30 തുടങ്ങുള്ളെങ്കിലും നിങ്ങളൊരു 4 മണിക്കെങ്കിലും ചെന്നാലേ ഉള്ളൂ അടുത്തൊക്കെ സീറ്റ് കിട്ടുള്ളൂ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഒരു 5 മണി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ ഇത്രയും ജനങ്ങളുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്കിങ്ങനെ ബോട്ടിലിരുന്നിട്ടും ഗംഗാരതി കാണാം. ഒരാൾക്ക് 600 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യും. പക്ഷെ അതിനേക്കാളും നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഈ ചുറ്റും ഇരിക്കുമ്പോൾ തന്നെയാണ്. ഏറ്റവും മുന്നിൽ സ്ഥലം കിട്ടിയാൽ അത്രയും നല്ലത്. ഞങ്ങൾ ഗംഗാരതി കാണാൻ വേണ്ടി ദശാശ്വമേധ് ഘാട്ടിലാണ് വന്നത്. വൈകുന്നേരത്തെ ഗംഗാരതി ദശാശ്വമേധ് ഘാട്ടിലാണ് ഫേമസ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഗംഗാരതി കഴിയുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഉണ്ടാവുള്ളൂ ഈ ദീപങ്ങൾ പിടിച്ചിട്ടുള്ള ആരതി. ഇതാകെ ഒരു 5 മിനിറ്റ് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. ഈ ഗംഗാരതി നടക്കുന്ന സമയത്ത് കുറേ ജനങ്ങൾ ഇവിടെ ആയതുകൊണ്ട് കാശി വിശ്വനാഥ് ടെമ്പിളിൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പം ഞങ്ങൾ ഇതിൻ്റെ തലേന്ന് ഇവിടെ വന്നപ്പം ഈ ഗംഗാരതി നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അമ്പലത്തിൽ കയറിയത്. അപ്പം ഞങ്ങൾക്കൊരു 1/2 മണിക്കൂറിൽ കയറി ഇറങ്ങാൻ പറ്റി. അധികം തിരക്കൊന്നും ഉണ്ടായില്ല. ഈ ദിവസം ഞങ്ങൾ ഗംഗാരതി കഴിയാനായപ്പം കാശി വിശ്വനാഥ് ടെമ്പിളിലേക്ക് ഒന്നും കൂടി പോയി. ലളിതാഘാട്ട് കഴിയുമ്പോഴാണ് കാശി വിശ്വനാഥ് ടെമ്പിൾ വരുന്നത്. ദശാശ്വമേധ് ഘാട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഈ അമ്പലത്തിലേക്ക് 4 എൻട്രൻസുകളുണ്ട്. അതിൽ ഗേറ്റ് 1 ഈ ഘാട്ടിൽ കൂടെയുള്ള എൻട്രൻസ് ആണ്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗ ടെമ്പിൾസിൽ ഒരെണ്ണമാണ് ഈ കാശി വിശ്വനാഥ് ടെമ്പിൾ. ഇതാണ് ഈ കാശിയിലെ ഏറ്റവും ഫേമസ് ആയ ടെമ്പിൾ. ഇവിടെ വരാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ കാശിയിലേക്ക് ആളുകൾ വരുന്നത്. നിങ്ങൾക്ക് ചെരുപ്പ് അഴിച്ചിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്ര സേഫ് ആണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആരും നോക്കാനൊന്നുമില്ല. അതല്ല എങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഫോണ്, ചെരുപ്പ് എല്ലാം വെക്കാം. ഈ അമ്പലത്തിൽ ഇതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും ഒരു പൂജാ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ലോക്കറിൽ വെക്കാം. ലോക്കറിൻ്റെ കീയും നമുക്ക് തരും. 250 രൂപയ്ക്ക് മിനിമം പൂജാ സാധനങ്ങൾ വാങ്ങിക്കണം. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്ന്. ആകെ പൈസ മാത്രമേ ഉള്ളിലോട്ടേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് ജ്യോതിർലിംഗം കാണാം. ഇത് ശ്രദ്ധിച്ച് നോക്കാൻ മറക്കണ്ട. ഇതിൻ്റെ സൈഡിൽ തന്നെ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഉടുപ്പി എക്സ്പ്രസ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡിന്നർ കഴിച്ചത്. ഫുഡൊന്നും കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ പുലർച്ചയ്ക്ക് ഞങ്ങൾ കാൽഭൈരവ് ടെമ്പിളിൽ പോകാമെന്ന് ഓർത്തു. കാരണം തലേന്ന് പോയപ്പോൾ നല്ല തിരക്കായിരുന്നല്ലോ. ഈ പുലർച്ചയ്ക്ക് പോയപ്പോഴും ഇവിടെ നല്ല ആൾക്കാരായിരുന്നു. പക്ഷേ ക്യൂ വേഗം നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 10-15 മിനിറ്റൊക്കെ ക്യൂ നിന്നിട്ടുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ കയറാൻ പറ്റി. ഈ ടെമ്പിളും ഇവിടുത്തെ ഒരു ഫേമസ് ടെമ്പിളാണ്. ഇവിടെ ഫോണൊക്കെ അലൗഡാണ്. ചെരുപ്പ് മാത്രം പുറത്ത് അഴിച്ചിടണം. ഏതെങ്കിലും ഒരു പൂജാ ഷോപ്പിൽ അഴിച്ചിടുകയാണെങ്കിൽ ഒരു 50 രൂപയ്ക്ക് പൂജാ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെരുപ്പ് വെക്കാം. ഈ അമ്പലത്തിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ നിന്ന് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അതാകുമ്പോൾ ക്യൂ ഒന്നുമില്ലാതെ കയറാം. അവിടുത്തെ സെക്യൂരിറ്റി അങ്ങനെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. നിങ്ങൾ വരുമ്പോൾ അങ്ങനെ കയറ്റി വിടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കയറിക്കോ. ഞങ്ങൾ മറ്റേ ക്യൂ ഫുൾ നിന്നിട്ടാണ് കയറിയത്. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഒരു 10 മണിയൊക്കെ ആവാൻ നേരത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ആക്ച്വലി സാരി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് എവിടെയും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ദശാശ്വമേധ് ഘാട്ടിൻ്റെ അവിടേക്കാണ് പോയത്. കുറച്ച് ഷോപ്സൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ ചില റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ കുറേ ബനാറസി സാരീസ് ഷോപ്പ് ഉണ്ട്. ഞങ്ങൾ പോയ ഷോപ്സ് ഞാനൊരു ഷോർട്ട് സൈറ്റിൽ ഇടാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി കാണാൻ. അതിന് ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ബാർഗെയിൻ ചെയ്ത റേറ്റൊക്കെ അവർ കുറച്ച് തരും. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. പിന്നെ ഈ വാരണാസിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ മലായോ, ലസ്സി, ബർഫി, അങ്ങനെ കുറേ സാധനങ്ങൾ. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യുക. ഒരുവിധം സ്ട്രീറ്റ്സിലൊക്കെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. പിന്നെ ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.